നമസ്കാരം. ഇന്ന് നിങ്ങളുടെ ഭാഗ്യം എന്താണ് നിങ്ങൾക്കായി കരുതിയിരിക്കുന്നതെന്നറിയണ്ടേ? സൂര്യരാശി നോക്കി ഇന്നത്തെ ഫലമറിയാം. മേടം രാശി. വിവിധ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഫലപ്രദമായി തുടരും. കെട്ടിക്കിടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. നിക്ഷേപങ്ങളിൽ വളർച്ച ദൃശ്യമാകും. ദീർഘകാല പദ്ധതികൾക്ക് ആക്കം കൂട്ടും. പഠനം മെച്ചപ്പെടുത്തും. പ്രധാനപ്പെട്ട ജോലികൾ പൂർത്തീകരിക്കും. തീരുമാനങ്ങൾ എടുക്കുന്നത് അനായാസമായിരിക്കും. ബന്ധങ്ങൾ മെച്ചപ്പെടും. സാമ്പത്തിക വശങ്ങൾ അനുകൂലമായിരിക്കും. പരസ്പര സഹകരണം വർദ്ധിക്കും. കരിയറിൽ മുന്നേറ്റമുണ്ടാകും. ഊർജവും ഉത്സാഹവും കൊണ്ട് നിറയും. പ്രതീക്ഷിച്ച നിർദ്ദേശങ്ങൾ ലഭിക്കും. ഇടവം രാശി. ജോലി സംബന്ധമായ സാഹചര്യങ്ങളിൽ നിയന്ത്രണം നിലനിർത്തുക. അമിതമായി കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതും പ്രോത്സാഹിപ്പിക്കരുത്. കുടുംബത്തിന്റെ പിന്തുണയുണ്ടാകും. അമിത ഉത്സാഹം ഒഴിവാക്കുക. നിക്ഷേപവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഗുണമുണ്ടാകും. തൊഴിൽ ബിസിനസ് സാഹചര്യങ്ങളിൽ സുസ്ഥിരമായി തുടരും. വ്യക്തിഗത നിക്ഷേപങ്ങളുടെ സാധ്യത വർദ്ധിക്കും. ചുമതലകൾ വ്യക്തമായി നിർവഹിക്കുക. ആകർഷകമായ നിർദ്ദേശങ്ങൾ നിങ്ങളെ തേടിയെത്തും. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിയമപരമായ കാര്യങ്ങളിൽ തെറ്റുകൾ ഒഴിവാക്കുക. വിവേകത്തോടെ മുന്നേറുക. മിഥുനം രാശി. സാമ്പത്തിക ഉന്നമനത്തിനുള്ള അവസരങ്ങൾ തുടരും. കരിയർ വിപുലീകരണത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക. വേഗത്തിൽ ലക്ഷ്യങ്ങൾ നേടുക. ഭരണപരമായ കാര്യങ്ങളിൽ മുന്നേറും. സാമ്പത്തിക സാധ്യതകൾ പ്രതീക്ഷിച്ചതിലും മികച്ചതായിരിക്കും. ലാഭത്തിനുള്ള അവസരങ്ങൾ തുടരും. നേട്ടങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. കരിയറും ബിസിനസ്സും ഫലപ്രദമായി കൈകാര്യം ചെയ്യുക. ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പിന്തുടരുക. സഹകരണ മനോഭാവം വളർത്തിയെടുക്കണം. സുപ്രധാന ജോലികൾ പൂർത്തീകരിക്കും. കർക്കിടകം രാശി. ഭരണപരമായ ജോലികളിൽ നിങ്ങൾ ആഗ്രഹിച്ച വിജയം കൈവരിക്കും. നിങ്ങളുടെ വ്യക്തിത്വം സ്വാധീനം ചെലുത്തും. തൊഴിൽ ബിസിനസ് എന്നിവയ്ക്ക് ആക്കം കൂടും. എല്ലാവരുടെയും പിന്തുണയുണ്ടാകും. എല്ലാ മേഖലകളിലും നിങ്ങൾ മുന്നേറുക. മത്സരശേഷി നിലനിർത്തുക. പ്രൊഫഷണൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. കഠിനാധ്വാനത്തിലൂടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുക. പ്രൊഫഷണൽ ചർച്ചകളിൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും. സാമൂഹിക കാര്യങ്ങൾ മെച്ചപ്പെടും. വ്യക്തിപരമായ നേട്ടങ്ങൾ കൈവരിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി അർപ്പണബോധമുള്ളവരായിരിക്കുക. ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക. ചിങ്ങം രാശി. പരോപകാരത്തിലും ഉത്സാഹത്തിലും വർധനവ് അനുഭവപ്പെടും. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. എല്ലാ മേഖലകളിലും നിങ്ങൾ വിജയം കൈവരിക്കും. വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ട് പോകുക. ഭാഗ്യം ശക്തമാകും. വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക. വിപരീത സാഹചര്യങ്ങൾ തരണം ചെയ്യും. വരുമാനം വർദ്ധിക്കും. വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതിൽ നിങ്ങൾ വിജയിക്കും. ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. കന്നിരാശി. എല്ലാ കാര്യങ്ങളിലും വിനയം പാലിക്കുക. ഒരു ദിനചര്യയിൽ ഉറച്ചു നിൽക്കണം. അനാവശ്യ റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുക. നിങ്ങളുടെ ജോലിയിൽ വ്യക്തത കൊണ്ടുവരണം. ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കരുത്. ശാരീരിക കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. കുടുംബം സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും നിലനിൽക്കും. ബന്ധുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുക. അമിതമായ ഉത്സാഹം ഒഴിവാക്കുക. സംസാരത്തിലും പെരുമാറ്റത്തിലും വിനയം പാലിക്കുക. അച്ചടക്കത്തിന് ഊന്നൽ നൽകണം. വിവേകത്തോടെ മുന്നേറുക. തുലാം രാശി. വിവിധ മേഖലകളിൽ ദ്രുതഗതിയിലുള്ള പുരോഗതി കൈവരിക്കും. ചുറ്റുപാടും നല്ല മാറ്റങ്ങൾ ദൃശ്യമാകും. ജീവിതശൈലി മെച്ചപ്പെടും. എല്ലാവരോടും ബഹുമാനം നിലനിർത്തുക. ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുക. അനുകൂല നിർദ്ദേശങ്ങൾ ലഭിക്കും. വലിയ പരിശ്രമങ്ങൾ ഫലം ചെയ്യും. പരസ്പര സഹകരണത്തിന് ഊന്നൽ വർദ്ധിക്കും. ബിസിനസ് മികച്ചതായിരിക്കും. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കും. പ്രിയപ്പെട്ടവരുമായി മറക്കാനാവാത്ത നിമിഷങ്ങൾ പങ്കിടുന്നത് തുടരും. മികവിന് ഊന്നൽ നൽകും. ശുഭകാര്യങ്ങളിൽ സജീവ പങ്കാളിത്തമുണ്ടാകും. വൃശ്ചികം രാശി. സാമ്പത്തിക കാര്യങ്ങളിൽ ക്ഷമ കാണിക്കുക. പ്രധാനപ്പെട്ട ഇടപാടുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യും. പ്രൊഫഷണൽ കാഴ്ചപ്പാട് വർദ്ധിക്കും. വരവും ചെലവും വർദ്ധിക്കും. വിദേശയാത്ര സാധ്യമാണ്. വിവേകവും സഹകരണവും കൊണ്ട് വിജയം കൈവരിക്കും. ഉദ്യോഗസ്ഥ ബന്ധം സംതൃപ്തമായിരിക്കും. സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ പരിഹരിക്കപ്പെടും. ചർച്ചകളിൽ ഫലപ്രദമായ സാന്നിധ്യമുണ്ടാകും. ബന്ധുക്കളോടുള്ള ആദരവ് നിലനിർത്തും. പാരമ്പര്യങ്ങളിൽ ഊന്നൽ നൽകും. മറ്റുള്ളവരിൽ നിന്ന് പലതും പഠിക്കേണ്ടതുണ്ട്. അതിഥികളോട് ആദരവ് വേണം. നിയമപരമായ പ്രവർത്തനങ്ങൾ വർദ്ധിക്കും. ധനുരാശി. സാമ്പത്തിക അഭിവൃദ്ധി അനുഭവപ്പെടും. നല്ല വാർത്തകൾ ലഭിക്കും. വിജയം നിലനിർത്തും. സുപ്രധാന കരാറുകൾ ഉണ്ടാക്കും. തൊഴിൽ ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട ആളുകൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും. ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ കൈവരിക്കും. സാമ്പത്തിക അവസരങ്ങൾ വർദ്ധിക്കും. ആശയവിനിമയത്തിൽ പ്രാമുഖ്യം നിലനിൽക്കും. വികാരങ്ങൾക്ക് ഊന്നൽ നൽകും. ബന്ധുക്കളോടുള്ള ബഹുമാനത്തിൽ ശ്രദ്ധ വേണം. പാരമ്പര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മകരം രാശി. നൈപുണ്യവും കഴിവും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഇടയാക്കും. ദീർഘകാല പദ്ധതികളിൽ ആക്കം കൂട്ടും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കും. വ്യവസായത്തിലും വ്യാപാരത്തിൽ ഇടപെടുന്നതും നല്ലതായിരിക്കും. ദീർഘദൂര യാത്രകൾ സാധ്യമാണ്.
പദ്ധതികളിൽ പുരോഗതി ദൃശ്യമാകും. വിശ്വാസവും ആത്മീയതയും ശക്തി പ്രാപിക്കും. തൊഴിൽപരമായ കാര്യങ്ങൾ പുരോഗമിക്കും. സ്വാധീനമുള്ള വ്യക്തികൾ സന്തുഷ്ടരായിരിക്കും. ചർച്ചകളിൽ ഫലപ്രദമായ സാന്നിധ്യമുണ്ടാകും. കുംഭം രാശി. പെട്ടെന്നുള്ള മെച്ചപ്പെടുത്തലുകൾ ഉത്സാഹമുയർത്തും. തടസ്സങ്ങൾ കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭാഗ്യം നിലനിൽക്കും. ദീർഘകാല പദ്ധതികളുമായി നിങ്ങൾ മുന്നോട്ടു പോകും. സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. വ്യവസായം, വിപണനം എന്നിവ നല്ലതായിരിക്കും. ദീർഘകാല പദ്ധതികൾക്ക് ആക്കം കൂട്ടും. വിശ്വാസവും ആത്മീയതയും ശക്തി പ്രാപിക്കും. തൊഴിൽപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. ചർച്ചകളിൽ ഫലപ്രദമായ സാന്നിധ്യമുണ്ടാകും. മീനം രാശി. പ്രധാനപ്പെട്ട ജോലികൾ ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകും. സംഘടനാപരമായ ശ്രമങ്ങൾ ഒഴിവാക്കും. അപ്രതീക്ഷിത നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. അത്യാവശ്യ കാര്യങ്ങളിൽ സ്ഥിരത വർദ്ധിക്കും. കുടുംബാംഗങ്ങളിൽ നിന്ന് പിന്തുണ ലഭിക്കും. വിവേകവും ക്ഷമയും കൊണ്ട് വിജയം കൈവരിക്കും. പ്രിയപ്പെട്ടവരിൽ നിന്ന് പഠനവും ഉപദേശവും തേടും. വികാരങ്ങൾ നിയന്ത്രിക്കപ്പെടും. നിയമങ്ങളും അച്ചടക്കവും പാലിക്കും. സാമ്പത്തിക ഇടപെടലുകളിൽ വ്യക്തതയ്ക്ക് ഊന്നൽ നൽകും. വിനയവും സമനിലയും നിലനിർത്തും. ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്.